ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് കക്ക ഇറച്ചി കൊണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കക്ക ഇറച്ചി കിട്ടിയായിരുന്നു. ഒരു 1/2 കിലോ കക്ക ഇറച്ചി അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ ഉള്ളിലൊരു കറുത്തൊരു ഇതുപോലെയുണ്ട്. അത് നന്നായിട്ട് എടുത്ത് കളയണം. ഞാൻ എത്ര ചെറിയ കക്ക ഇറച്ചിയാണ് കിട്ടണമെന്നുണ്ടെങ്കിലും ഇത് മുഴുവൻ കളഞ്ഞിട്ട് എടുക്കുള്ളൂ കേട്ടോ. ചിലവരൊന്ന് ഉപ്പിട്ട് കഴുകി കളഞ്ഞാൽ ഇതങ്ങ് പൊക്കോളുന്നു. പക്ഷേ എനിക്കത് തൃപ്തിയാവില്ല. ഞാനിതുപോലെ ഞെക്കി അതിൻ്റെ ഉള്ളിൽ ആ അഴുക്ക് മുഴുവനും കളഞ്ഞിട്ടാണ് എടുക്കണേ കേട്ടോ. ഇതുപോലെ ഓരോന്നും നല്ല പാടാണ്, നല്ല പണിയാണ്. എന്നിട്ട് ഉപ്പും നാരങ്ങാ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും. അതിനൊരു സ്മെല്ലുണ്ടാവും. കക്കയുടെ ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു മാംസമാണല്ലോ. അപ്പോൾ ഇതുപോലെ നല്ലോണം നാരങ്ങ നീരും ഉപ്പും കൂടി പുരട്ടി നന്നായിട്ട് കഴുകി എടുക്കും. എത്ര കഴുകിയാലും ഇതിൽ മണ്ണ് പോവില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇതിട്ടിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ച് ലാമ്പി ഇങ്ങനെ എടുക്കണം. അപ്പോൾ ആ മണ്ണ് മുഴുവനും പൊക്കോളും. ഒത്തിരി പ്രാവശ്യം കഴിയാലേ അതിൻ്റെ ആ ഒരു സ്മെല്ല് പോയി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുരുമുളകിൻ്റെ പൊടി, കുറച്ച് ഉപ്പ്, ഗരം മസാല, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് തിരുമ്മി ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി വേവിച്ചെടുക്കാം. ഇതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചിട്ടാൽ നല്ലതാട്ടോ. ഞാൻ പിന്നീട് അതാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ വേവിച്ചെടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇത് വറുത്തിടാനായിട്ടുള്ള നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില, പിന്നെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് ഇതും കൂടി ഇട്ട് ഒന്ന് വാടിയതിന് ശേഷം ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് 3-4 അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഇതുപോലെ നേരിയതായിട്ട് അരിഞ്ഞ് എടുത്തതാണ്. ആ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അതൊന്ന് വാടിയതിന് ശേഷം സവാള അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. നല്ല മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ മൂക്കാറാവുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഈ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഇങ്ങനെ ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്ക് എടുക്കണം. ഗോൾഡൻ നിറത്തിൽ വരണം. ശരിക്കും നല്ല വറുത്ത ഇത് ഈ പെരിഞ്ചീരകത്തിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വാസനയായിട്ട് വെളിച്ചെണ്ണയിൽ ഇതിനകത്ത് മൊരിയുമ്പോൾ നല്ലൊരു വാസനയാണ്. നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കക്കയുടെ ഇറച്ചി ഉണ്ടല്ലോ അതിനകത്തേക്കിട്ട് നന്നായിട്ടിങ്ങനെ വരട്ടിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. കക്ക ഇറച്ചി കൊണ്ട് റോസ്റ്റ്. കക്ക ഇറച്ചി വറക്കുകയൊക്കെ ചെയ്യും, കറി വയ്ക്കും. ഇത് പിന്നെ റോസ്റ്റാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം ഇതുപോലെ നല്ലോണം വരട്ടി എടുക്കണം. എനിക്ക് അത്ര കാര്യമില്ല കേട്ടോ ഈ കക്ക ഇറച്ചി. പിള്ളേർക്ക്, ഹസ്ബൻഡിൻ്റെ മോനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ വറുത്ത് കൊടുക്കണമെന്ന് അവർക്കൊന്നും കൂടി ഇഷ്ടം. പിന്നെ ഞാനതൊരു റോസ്റ്റാക്കി എടുത്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഇത് വാങ്ങാൻ കാലത്ത് ഇത്തിരി കറിവേപ്പില, പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ ഒരു ഇച്ചിരി കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടാലും നല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി, കക്ക റോസ്റ്റ്. കക്ക ഇറച്ചി കൊണ്ടൊരു റോസ്റ്റ് നല്ലതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഉപ്പ് ഇടയ്ക്ക് ഞാൻ നോക്കിയില്ല, കുഴപ്പമില്ല, ഉപ്പൊക്കെ ഉണ്ട്, പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണണേ, എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. ഓക്കെ, താങ്ക് യു.